നമസ്കാരം, ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തൽ. നിതിൻ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. പലരും പേടി കാരണം പരാതി പറയാതിരുന്നിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. പരാതിപ്പെടാത്തത് പ്രത്യാഘാതം ഭയന്ന് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് പ്രതിഷേധം. സ്വമേധയാ കേസെടുത്ത് യുവജന കമ്മീഷൻ. പ്രതിഷേധത്തിന് ഒടുവിൽ പോളിംഗ് ശതമാനം പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്തിമ ചിത്രം മാറുമെന്ന് രതൻ കേൽക്കർ. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വിശദീകരണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. PC ജോർജിനും ഷോൺ ജോർജിനുമെതിരെ പാലാ ബിഷപ്പ്. ഭീഷണിയുടെ സ്വരം വില പോകില്ല, ആരും പേടിപ്പിക്കേണ്ടെന്നും മാർ ജോസഫ് കലറങ്ങാട്ട്. മതനേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല, അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. ദീപികയ്ക്കെതിരായ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഷോൺ. മാർ റാഫേൽ തട്ടലുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസ് കടലിടുക്കിലേക്ക് അമേരിക്കയുടെ പടയൊരുക്കം. പരിഹസിച്ച് ഇറാൻ നാവിക മേധാവി. ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ലിയോ 14 മാർപ്പാപ്പയെ വിമർശിച്ച് ട്രംപ്. ഭയമില്ലെന്ന് മാർപ്പാപ്പ. രക്ഷകനായി എത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. വീഴ്ചയില്ലെന്ന് SP. കൊച്ചിയിൽ അച്ഛന് മകന്റെ ക്രൂരമർദ്ദനം. ഇടുക്കിയിൽ മകനെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് പിടിയിൽ. കണ്ണൂരിൽ പോക്സോ കേസിൽ വൈദികൻ റിമാൻഡിൽ. വിശദമായി പരിശോധിക്കാം. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി കൂടുതൽ വിദ്യാർത്ഥികൾ. ബോഡി ഷേമിങ്ങും ജാതി വിവേചനവും കോളേജിൽ നിരന്തരം നേരിടാറുണ്ട്. പ്രത്യാഘാതം ഭയന്നാണ് പരാതിപ്പെടാത്തതെന്ന് വിദ്യാർത്ഥികൾ ന്യൂസ് 18നോട് പറഞ്ഞു. പക്ഷെ ആ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. കുറെ കുട്ടികൾക്ക് ട്രോമാസ് ഉണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്, എക്സാം എഴുതിപ്പിക്കാത്തൊരു സാഹചര്യം ഉണ്ട്. ഇപ്പൊ മേ ബി അവര് ക്ലാസ്സിൽ വന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിന്നെ എക്സാം എഴുതിപ്പിക്കില്ല. ഇനിയിപ്പോ എക്സാമിന് വരുന്നത് എന്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എന്റെ ജൂനിയർ ആണ്, അപ്പൊ നിന്നെയൊക്കെ ഞാൻ പ്രാക്ടിക്കലി തോൽപ്പിക്കും, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ മോസ്റ്റ്ലി ഇപ്പൊ കമന്റ് ബോക്സ് തന്നെ നോക്കിയാൽ കാണാം, ഓരോ പേഴ്സണലി ഓരോ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ഓരോ കുട്ടികൾ അവരവരുടെ അനുഭവം പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണെന്ന് കൂടെ മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും വർഷം ഇതിന്റെ ട്രോമയിൽ കൂടെ കടന്നുപോയിട്ട് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണോന്ന് പോലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കൊരു റിയാലിറ്റി ഉണ്ടാവുന്നത്. കോളേജിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത്.
സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തതായി യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി. അധ്യാപകന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞതായും എം ഷാജർ. സംസ്ഥാന യുവജന കമ്മീഷൻ ഈ വിഷയത്തിൽ ഇതിൻ്റെ ആദ്യം തന്നെ ഒരു സ്വമേധയാ കേസെടുത്ത് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഇന്ന് യുവജന കമ്മീഷൻ ഇവിടെ വന്ന് വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ നിതിൻ രാജിൻ്റെ ബാച്ച് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അവധിയായതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയും യൂണിയൻ ഭാരവാഹികളാണ് നേരിട്ട് കണ്ടത്. അവരിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ഈ നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, പൊതുവിൽ ക്യാമ്പസിൽ ഈ ആരോപണ വിധേയനായ അധ്യാപകനെ സംബന്ധിച്ച് അദ്ദേഹം പൊതുവിൽ വിദ്യാർത്ഥികളെ ബോഡി ഷേമിംഗ് നടത്തുന്നതും നിറം നോക്കി ഈ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് കൊക്കോച്ച്, വൈറ്റ് കൊക്കോച്ച്, മെലിഞ്ഞ കുട്ടികളെ നോക്കിയിട്ട് ക്യാൻസർ പേഷ്യൻറ്റ് ഇങ്ങനെയൊക്കെ വിധിച്ച് അധിക്ഷേപിക്കുന്ന രീതിയുണ്ട് എന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികളെ ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഫൈൻ ഈടാക്കുക, വലിയ പൈസയുടെ പുസ്തകം രേഖപ്പെടുത്തുക, ഈ 2000 പേജിൻ്റെ പുസ്തകം എഴുതിപ്പിക്കുക, ആ നിലയിലുള്ള ഒരു ഹരാസ്മെൻറ്റ് എന്നാൽ ഒരു റാഗിങ് നടക്കുന്നുവെന്ന് അധ്യാപകരുന്നുണ്ടെന്ന് ഒരു പൊതുവിവരം ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് 16-ാം തീയതിയാണ് വിദ്യാർത്ഥികൾ ക്ലാസ് ആരംഭിക്കുക. അന്ന് വന്ന് വീണ്ടും വിദ്യാർത്ഥികളെ കൂടി കണ്ട ശേഷം യുവജന കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. നിതിൻ രാജിന്റെ മരണത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷനും അന്വേഷണത്തിൽ ഉത്തരവിട്ടു. ബിജെപി സംസ്ഥാന സെക്രട്ടറി പി ശ്യാംരാജ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. സാംസ്കാരിക കേരളത്തിൽ ഇന്നും ജാതീയമായ വേർതിരിവുകൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് സംസ്ഥാന SC/ST കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ പ്രതികരിച്ചു. ഈ സംഭവത്തെക്കുറിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കണ്ണൂർ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ശേഖരിക്കുകയുണ്ടായി. ഇന്നലെ പിന്നെ ഓഫീസ് അവധിയായതുകൊണ്ട് ഓഫീസിലേക്ക് വരാൻ പറ്റിയില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നിപ്പോൾ കൃത്യമായി വളരെ അനുയോജ്യമായ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു അസ്വാഭാവിക മരണമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പക്ഷേ ഇതിൽ വ്യക്തമായ പരാതിയുള്ളതുകൊണ്ട് പ്രേരണ കുറ്റം ചുമത്തി ആത്മഹത്യ നടത്തിയതായിട്ടുള്ള ഒരു കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. അത് കറക്റ്റാണ്. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പുകളുടെ സമ്മർദ്ദമുണ്ടായോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരം സൂചന നൽകുന്ന ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തുവന്നു. നിതിൻ രാജ് തന്റെ ശബ്ദ സന്ദേശത്തിൽ എന്താണോ അവസാനമായി വ്യക്തമാക്കിയത്, കുടുംബം പ്രധാനമായും ആരോപിച്ചത് എന്താണോ അതെല്ലാം സ്ഥിരീകരിക്കുന്ന തെളിവുകളാണ് ഇവിടെ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് 7 അംഗ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതിൽ ഒരു സംഘം തിരുവനന്തപുരത്തുള്ള രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതോടൊപ്പം വളരെ നിർണായകമായ തെളിവുകൾ ഇവിടെ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചില രേഖകളും പോലീസ് രാവിലെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും അവസാനമായി പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ നിന്നാണ് നിതിൻ രാജ് ഇറങ്ങിപ്പോയത്. അതിനുശേഷമാണ് എനിക്കിപ്പുറം നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതായത് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ നിന്നും നേരെ ഇറങ്ങി വന്ന നിതിൻ രാജ് ആത്മഹത്യ ചെയ്യായിരുന്നു. പ്രിൻസിപ്പാളിന്റെ മുറിയിൽ CCTV ക്യാമറകളുണ്ട്. ആ ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും നിർണായക തെളിവുകൾ അതിലുണ്ടാകും. എന്താണ് ആ പ്രിൻസിപ്പളിന്റെ മുറിയിൽ ഏറ്റവും അവസാനമായി നടന്നത്, നിതിൻ രാജുമായി ഉണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു, ഇവർ തമ്മിലുണ്ടായിരുന്ന വാക്കുകൾ എന്തായിരുന്നു, അത് ഈ CCTV ക്യാമറകളിൽ എന്തായാലും ഉണ്ടാവും. അതായിരിക്കാം ഈ ഒരു നിതിൻ രാജ് പെട്ടെന്ന് ഒരു ജീവനൊടുക്കാൻ ഇടയാക്കിയ കാര്യമെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ തെളിവുകൾ വളരെ പ്രധാനമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ലോഡ് ആപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിതിൻ രാജിൻ്റെ ഫോൺ മൊത്തമായും ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ലത എന്ന് പറയുന്ന ഇവിടെയുള്ള ടീച്ചറുടെ നമ്പറിലേക്ക് വലിയ തോതിൽ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ആ മെസ്സേജുകളെല്ലാം ഈ ടീച്ചർ ഈ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അവിടെ സൈബർ പോലീസ് സംബന്ധിച്ച് ഇന്ന് രാവിലെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കോളേജുമായി ബന്ധപ്പെട്ട മറ്റു കുട്ടികളുടെ പ്രതികരണം തന്നെയാണ്. ആ വലിയ തോതിൽ ബോഡി ഷെയ്മിങ് ഈ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നതിന് ഒരുപാട് തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. നമ്മോട് തന്നെ അത്തരം കുട്ടികൾ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നിരന്തരം ഈ ഇദ്ദേഹം ഇവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പെരുമാറുന്നു. മാത്രമല്ല പരാതി നൽകിയിട്ടും ഈ അധ്യാപകനെതിരെ ഒരു നടപടി സ്വീകരിക്കാനും കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ പ്രതികരണം തന്നെ ഏറ്റവും ഒടുവിൽ അവർക്ക് വലിയ ഭയപ്പാടോടുകൂടിയാണ് അവർ പറയുന്ന സാഹചര്യമുണ്ടായത്. കാരണം ഈ പ്രതികരണം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് കുട്ടികൾ പറയുന്നത്. അവരുടെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇന്ന് കോളേജിൽ ഉണ്ടായിരുന്നത്. മറ്റുള്ളവർക്ക് അവധിയാണ്.
കുട്ടികളൊക്കെയാണ്. അവരുടെ ഭാവിയെ തന്നെ ബാധിക്കും ഈ വിഷയം. അത്തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ പരീക്ഷയിൽ തോൽപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കടക്കുമെന്ന ഭയം അവർക്കുണ്ടായിരുന്നു. എങ്കിലും അവർ നിതിൻ രാജിനെ പോലെ ഇനി ഒരു സംഭവം ഉണ്ടാകരുതെന്നുള്ളതുകൊണ്ട് തന്നെ അവർ കൃത്യമായി അതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ അന്വേഷണം വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. അത്രയും വലിയ സംഘത്തെ രൂപീകരിച്ച് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ കൃത്യമായ ഒരു കാര്യം പോലീസിന് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. നിർണായകമാവുക CCTV ദൃശ്യങ്ങളായിരിക്കും. മാത്രമല്ല പിടിച്ചെടുത്ത രേഖകളിലും പല കാര്യങ്ങളുമുണ്ട്. ഏതായാലും നിതിൻ രാജ് ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ പോളിംഗ് കണക്കുകൾ സംബന്ധിച്ച് അന്തിമ ചിത്രം മാറുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. നിലവിൽ സർവീസ് വോട്ടുകളുടെ കൃത്യമായ എണ്ണം ലഭിച്ചിട്ടില്ല. ഇതുകൂടി ഉൾപ്പെടുത്തുമ്പോൾ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് വിശദീകരണം. EVM കണക്കിനൊപ്പം തപാൽ വോട്ട് കൂടി ഉൾപ്പെടുത്തുമ്പോഴുള്ള പുതിയ വോട്ടിംഗ് ശതമാനം 79.63 ആണെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. അന്തിമ കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് വൈകിയിട്ടില്ലെന്നും എല്ലാ നടപടികളും സുതാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി 4 ദിവസം പിന്നിട്ട ശേഷവും ഔദ്യോഗികമായ പോളിംഗ് ശതമാനം പ്രസിദ്ധീകരിക്കാത്തതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നിലവിൽ 78.27% ആകെ പോളിംഗ്. അതിൽ വിവിധ വിഭാഗങ്ങളുടെ, അതായത് പോസ്റ്റൽ വോട്ടുകൾ കൂട്ടാനുണ്ട്, സർവീസ് വോട്ടുകളുണ്ട്, അതോടൊപ്പം ഇലക്ഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വോട്ടുകൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ മാത്രമേ അന്തിമമായ കണക്കിലേക്ക് എത്തുകയുള്ളൂ. നിലവിൽ 79.63% ഈ കണക്കുകൾ കൂട്ടി വരുമ്പോൾ അതിൻ്റെ കൂടെ സർവീസ് വോട്ടുകൾ കൂടി ചേർക്കുമ്പോഴാണ് അന്തിമ ശതമാനക്കണക്കിലേക്ക് എത്തുക. ഇത് ഇൻഡെക്സ് കാർഡിലാകും ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുകയെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ച് 2 ദിവസത്തിന് ശേഷമായിരിക്കും ഇൻഡെക്സ് കാർഡ് പുറത്തു വരിക. അപ്പോൾ മാത്രമേ അന്തിമ കണക്കുകൾ, ശതമാന കണക്കുകൾ പുറത്തു വരികയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. നിലവിൽ ഉണ്ടായിരുന്നത് 78.27 പ്ലസ് 1.36%. പ്രൊവിഷണൽ ആയിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് സർവീസ് വോട്ടേഴ്സിൻ്റെ കണക്ക് നമുക്കിന്ന് വരാനുണ്ട്. സോ ഏകദേശം 79.63% ഈസ് ദ പ്രൊവിഷണൽ പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് ഇൻ കേരള, ഇൻക്ലൂഡിംഗ് 17C വരെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, റിട്ടേണിംഗ് ഓഫീസേഴ്സ് എല്ലാം കൊലേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഡേറ്റ, പിന്നെ പോസ്റ്റൽ ബാലറ്റ്സ് വന്നിട്ടുള്ളത് 79.63%. ഇന്ന് സർവീസ് വോട്ടേഴ്സ് 53,984 ഉണ്ട്. അവർ എത്ര പേർ അത് വോട്ട് ചെയ്യുന്നോ അത് നമുക്ക് അവസാനത്ത് കൗണ്ടിങ് സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അത് കാണിട്ട് ഇൻഡെക്സ് കാർഡ് വിതിൻ 48 hours പ്രഖ്യാപനം നടക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സോ 79.63 പ്ലസ് എന്താണ് വരാൻ പോകുന്നത് സർവീസ് വോട്ടേഴ്സിൻ്റെ ഭാഗത്തിനുള്ളത് അത് നമുക്ക് കണക്കാക്കിയിട്ട് അവസാനത്തെ ഇൻഡെക്സ് കാർഡിലെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. തിരഞ്ഞെടുപ്പിന്റെ ശതമാനക്കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ഒരു വീഴ്ചകളും സംഭവിച്ചിട്ടില്ല എന്നും നടപടിക്രമങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് പോസ്റ്റൽ ബാലറ്റ് അടക്കമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികതകൾ ഉണ്ട് എന്ന പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറെ, പോസ്റ്റൽ ബാലറ്റ് അടക്കം കൈകാര്യം ചെയ്യുന്നത് റിട്ടേണിംഗ് ഓഫീസറാണ്, റിട്ടേണിംഗ് ഓഫീസർമാരെ പരാതി അറിയിക്കാം. അതല്ല എങ്കിൽ കോടതിയുടെ സഹായം തേടാം. നിയമപരമായി അതിനെതിരെ മുമ്പോട്ട് പോകാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട് എന്ന് കൂടി തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. PC ജോർജിനും ഷോൺ ജോർജിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മതനേതാക്കന്മാരെക്കുറിച്ച് മാന്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സംസാരിക്കുന്നു. ഭീഷണിയുടെ സ്വരം വില പോകില്ല. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ലെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവര് മതനേതാക്കന്മാരെക്കുറിച്ച് മാന്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടുകളിലെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ ആരെക്കുറിച്ചും പ്രത്യേകമായിട്ട് എടുത്തു പറയുകയല്ല. ആരാണെങ്കിലും മതനേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം പറയുമ്പോൾ വിശ്വാസികളുടെ വികാരത്തെ മാനിക്കണം. അത് മാനിക്കാതെ നമ്മൾ സംസാരിക്കുന്നത് വലിയ തെറ്റാണ്.
സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. തന്റെ വിമർശനം ദീപികയ്ക്കെതിരെയാണെന്നും സഭയോട് യാതൊരു എതിർപ്പുമില്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷോൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ദീപികയ്ക്കെതിരായ നിലപാട് തുടരും. വിഷയവുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. താൻ പറഞ്ഞത് വെച്ച് സഭയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചെന്നും ബി.ജെ.പിയോ താനോ ഒരാളെയും പേരെടുത്ത് വിമർശിച്ചിട്ടില്ലെന്നും ഷോൺ ജോർജ് പറഞ്ഞു. വിമർശിച്ചത് സഭയുടെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു മുഖപത്രത്തെയാണ് വിമർശിച്ചത്. അത്രേ ഉള്ളൂ. അത് ഞാൻ എന്റെ നിലപാട് എന്താണെന്നുള്ളത് എല്ലാവർക്കും ഞാൻ വളരെ വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുകളെക്കുറിച്ച് എന്റെ പരാതികൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. അതിലൊക്കെ തീരുമാനങ്ങളുണ്ടാവും. ഇല്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന ആരും അത്ര മോശക്കാരായിട്ടുള്ള ആളുകളല്ല. ഞാൻ ഏതർത്ഥത്തിലാണ് എന്താ സംസാരിച്ചതെന്നൊക്കെ അതിന് ബോധ്യമുള്ള ആളുകളും അത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചെന്ന് ബോധ്യപ്പെടുത്തേണ്ടവരെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ നിമിഷം വരെയും ആരെയെങ്കിലും വ്യക്തിപരമായി സഭ ഇന്ന കുറ്റം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പാർട്ടി പറഞ്ഞോ? ബി.ജെ.പി. പറഞ്ഞോ? ഇല്ലല്ലോ. അത് ഞാൻ ആക്ഷേപം ഉന്നയിച്ചത് ഒരു പത്രത്തെക്കുറിച്ചാണ്. ആ പത്രം സഭയുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പത്രമല്ല. അതിനകത്ത് എഴുതുന്ന എല്ലാം സഭയുടെ അഭിപ്രായമല്ല. സഭയുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് വരാറുണ്ട്. അതിനകത്ത് എഴുതുന്ന എല്ലാം സഭയുടെ അഭിപ്രായങ്ങളാണെന്നുള്ള അഭിപ്രായം ഒരു പൊതുജനം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ ചെയ്തത്. വനിതാ സംവരണ ബില്ല് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് വിശേഷിപ്പിച്ച ബില്ല് 2029 പൂർണ്ണമായി നടപ്പിലാക്കാനാകുമെന്ന പ്രതീക്ഷയും മോദി പങ്കുവച്ചു. ഡൽഹിയിൽ നാരീശക്തി വന്ദൻ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മോദിയുടെ പ്രഖ്യാപനം. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണെന്നും നാരീശക്തിക്കായി ഈ ചരിത്രപരമായ നീക്കം സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾ ഭരണകൂടത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറണമെന്നും അവരുടെ പങ്കാളിത്തം ജനാധിപത്യത്തിന് കൂടുതൽ കരുത്ത് നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹോർമുസിലേക്ക് എത്തുന്ന കപ്പലുകൾ ഇന്ന് മുതൽ തടയുമെന്ന് US സെൻട്രൽ കമാൻഡ്. ഇറാന് ടോൾ നൽകുന്ന കപ്പലുകൾ തടയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. യുദ്ധമുഖത്ത് പരാജയപ്പെട്ട പ്രസിഡന്റിന്റെ ഭാഷയാണ് ട്രംപിന്റേതെന്ന് ഇറാൻ പാർലമെന്റ് നാഷണൽ സെക്യൂരിറ്റി തലവൻ ഇബ്രാഹിം അസീസി പറഞ്ഞു. ഉപരോധ തീരുമാനത്തെ പരിഹസിക്കുകയാണ് ഇറാൻ നാവികസേന മേധാവി. ഹോർമുസിൽ പുതിയ പടയൊരുക്കത്തിനിടെ ക്രൂഡ് ഓയിൽ വില ഉയർന്നു. ബാരലിന് $100 പിന്നിട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ലിയോ 14 മാർപ്പാപ്പ. യുദ്ധത്തിനെതിരെയുള്ള സമാധാന ആഹ്വാനങ്ങൾ സുവിശേഷത്തിലുള്ളതാണെന്നും അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് ഭരണകൂടത്തെ ഭയമില്ലെന്നും മാർപ്പാപ്പ പ്രതികരിച്ചു. I basically said that the message of the church, my message, the message of the gospel, blessed are the peacemakers. I do not look at my role as being political politician. I don't want to get into a debate with him. I don't think that the message of the gospel is meant to be abused in the way that some people are doing. And I will continue to speak out loudly against war, looking to promote peace, promoting dialogue and multilateral relationships among the states, to look for just solutions to problems. Too many people are suffering in the world today. Too many innocent people are being killed. And I think someone has to stand up and say, there's a better way to do this. പശ്ചിമേഷ്യൻ സംഘർഷത്തെ വത്തിക്കാൻ എതിർത്തതിനെതിരെ ട്രംപ് രംഗത്ത് വന്നിരുന്നു. മാർപ്പാപ്പയെ രൂക്ഷമായി പരിഹസിച്ചും വിമർശിച്ചുമിട്ട് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിനൊപ്പം സ്വന്തമായി യേശു ക്രിസ്തുവായി ചിത്രീകരിച്ച AI ചിത്രവും ട്രംപ് പോസ്റ്റ് ചെയ്തിരുന്നു. ഇടവേള. roof and
കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. വാഹനാപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷാപ്രവർത്തകനായി എത്തിയ ആള് പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. യുവതി പരാതിയും മൊഴിയും നൽകിയിട്ടും ആരോപണ വിധേയനായ സിനിൽ സബാദിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്നാണ് പരാതി. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് SP അറിയിച്ചു. കേസ് അന്വേഷിക്കാൻ കായംകുളം ഡിവൈഎസ്പിക്ക് ചുമതല നൽകി. കൊച്ചിയിൽ അച്ഛന് മകന്റെ ക്രൂരമർദ്ദനം. ജൂതനടപ്പ് സ്വദേശി പുരുഷനാണ് മർദ്ദനമേറ്റത്. മകൻ പ്രവീൺ പോലീസ് പിടിയിലായി. ഇന്നലെയാണ് പ്രവീൺ തന്റെ പിതാവ് പുരുഷനെ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തെ തുടർന്ന് പുരുഷൻ ആശുപത്രിയിലെത്തി ചികിത്സ തേടി മടങ്ങുകയും ചെയ്തു. പിന്നീടാണ് ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതോടുകൂടിയാണ് മുളവുകാട് പോലീസ് പുരുഷന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി മകനിൽ നിന്നും തനിക്ക് ക്രൂരമായ മർദ്ദനം നേരിട്ടു എന്ന കാര്യം അറിയുന്നത്. ഈ പോലീസ് കേസെടുത്തു എന്നറിഞ്ഞതോടുകൂടി പ്രവീൺ ഒളിവിൽ പോവുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് മുളവുകാട് പോലീസ് പ്രവീണിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പോലീസ് പറയുന്നതനുസരിച്ച് ഈ വീട്ടിൽ നിന്നുള്ള, അതായത് തന്റെ സഹോദരിക്ക് സ്വത്തിൽ നിന്റെ ഒരു ഭാഗം കൈമാറിയത് പ്രവീണിനെ ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ തുടർന്നാണ് പിതാവിനെ ആക്രമിച്ചത്. ഇതിനു മുൻപും 6 തവണയാണ് ഈ മുളവുകാട് പോലീസിൽ പ്രവീണിനെതിരെ പിതാവും സഹോദരിയും പരാതി നൽകിയത്. കഴിഞ്ഞ വർഷം പിതാവിനെ തലക്കടിച്ച കേസിൽ പ്രവീൺ അറസ്റ്റിലായിരുന്നു. പോവുകയും പിന്നീട് സഹോദരിയും അച്ഛനും ചേർന്ന് തന്നെയാണ് പ്രവീണിനെ പുറത്തിറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഈ നിരന്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ പിതാവിനെ ഉപദ്രവിക്കുന്ന ഒരാളായി പ്രവീൺ മാറിയതോടുകൂടി പോലീസ് കൂടുതൽ നടപടി എന്നോണം ഈ ഡി അഡിക്ഷൻ സെന്റർ, അതായത് അമിതമായ മദ്യപാനം നടത്തുന്ന ആളാണ്, മദ്യപാനിയാണ്, മദ്യപിച്ചാണ് പിതാവിനെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകണമെന്ന് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ പോയതിനു ശേഷം തിരിച്ചു വന്നാണ് വീണ്ടും മദ്യപിച്ച് കഴിഞ്ഞ ദിവസം പിതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇടുക്കി ഉടുമ്പന്നൂരിൽ സ്വന്തം മകനെ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പിതാവ് പിടിയിൽ. ഉടുമ്പന്നൂർ സ്വദേശി നജീബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 15-കാരനായ മകനാണ് അച്ഛന്റെ അതിക്രമത്തിൽ പരിക്കേറ്റത്. മദ്യപിച്ച് വീട്ടിലെത്തിയ നജീബ് യാതൊരു പ്രകോപനവുമില്ലാതെ മകനെ ഉപദ്രവിക്കുകയായിരുന്നു. പോക്സോ കേസിൽ വൈദികൻ റിമാൻഡിൽ. കണ്ണൂർ ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ പള്ളിയിലെ മുൻ അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ ജോഷിയാണ് റിമാൻഡിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കേളകം പോലീസാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന വികാരിയെ അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. സ്വർണ്ണക്കൊള്ളയുമായുള്ള 2 കേസിലും ശങ്കരദാസിന് ജാമ്യം ലഭിച്ചത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിലെ വൻമരം ഒടിഞ്ഞു വീണു. കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിലേക്കാണ് മരം വീണത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. ശ്രീധന്യ ഹോംസിന്റെ നിള വിമൻ ഓഫ് പിങ്ക് പദ്ധതിക്ക് തുടക്കമായി. റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികളിൽ സ്ത്രീകളുടെ കൂട്ടായ്മയും ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി രാധിക സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിറ്റിയിലെ സ്ത്രീ സംരംഭകർക്കായി ഒരുക്കിയ പിങ്ക് ബസാറും ശ്രദ്ധ നേടി. പ്രസിഡന്റ് സന്ധ്യ ഹരിശങ്കർ, സെക്രട്ടറി പ്രസന്നകുമാരി, ഡോക്ടർ ലക്ഷ്മി സുദേവ് എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 13,975, പവന് 1,11,800. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 11,550, പവന് 92,400. വെള്ളി ഗ്രാമിന് 255, കിലോ 2,50,000.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. ലൈവ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. നമസ്കാരം. ലൈവ് 6ലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.